മുട്ടയൊന്നും ചേർക്കാത്ത ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ മയോണൈസിന്റെ റെസിപ്പിയാണ്. അതും നമ്മുടെ അൽബേക്കിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റുള്ള നല്ല തിക്കായിട്ടുള്ള മയോണൈസ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല. അതിനു മുമ്പ് തന്നെ അരക്കപ്പളവിൽ മൈദയാണ് ചേർക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് കോൺഫ്ലവറും യൂസ് ചെയ്യാം കേട്ടോ. ഇതിലോട്ട് 2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കിയെടുക്കണം. നല്ല സ്മൂത്ത് ആയിട്ട് ഇതേപോലെ ഇളക്കിയെടുത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു മൈദ കുക്കായി കിട്ടുള്ളൂ. നിങ്ങൾ കോൺഫ്ലവർ എടുക്കുകയാണെങ്കിലും ഇതേ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് തണുത്ത് വരണം. നമ്മൾ ഇതിലോട്ട് ഉപ്പൊന്നും ചേർത്തൊട്ടിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ മിക്സിൻ്റെ ജാറിലോട്ട് ഈ ഒരു തണുത്തിട്ടുള്ള ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 8 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് അടിഞ്ഞ് കിട്ടണം. അതിനുശേഷം ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ വിനാഗിരി സുർക്കയും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുക. വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് 1 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ച് അടിച്ചെടുത്താൽ നല്ല കിഡിലൻ മയോണൈസ് കിട്ടും. അതും നല്ല തിക്കായിട്ടുള്ള അൽബേക്കിൽ നിന്ന് കിട്ടുന്ന അതേ സെയിം ടേസ്റ്റിലുള്ള ഒരു അടിപൊളി മയോണൈസ് ആണ്. നിങ്ങൾക്ക് ഇത്രയും കൂടുതൽ അളവിൽ വേണ്ടാന്നുണ്ടെങ്കിൽ 1/4 കപ്പ് അളവിൽ വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ മൈദയോ കോൺഫ്ലവറോ ഈ റെസിപ്പിക്ക് വേണ്ടി യൂസ് ചെയ്യുക. രണ്ടും സെയിം ടേസ്റ്റ് തന്നെയാണ് ഏകദേശം. അപ്പോൾ അത് അടിപൊളിയായിട്ടുള്ള മയോണൈസ് ആണ്. നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി തിക്കായിട്ട് വരും കേട്ടോ. നമുക്ക് ബ്രെഡിൻ്റെ കൂടെയും കുബൂസിൻ്റെ കൂടെയും ഈ അൽഫാമിൻ്റെയും ഷവായൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ മന്തി റൈസിൻ്റെ ഒക്കെ കൂടെ സൂപ്പറായിട്ട് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ 1 മാസത്തോളം നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുതേ.